നമസ്കാരം. DQവിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറിക്കഴിഞ്ഞ ലക്കി ഭാസ്കർ വിജയകരമായിട്ട് ഇന്ന് 24 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിടാൻ ഒരുങ്ങുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ലക്കി ഭാസ്കറിന്റെ 4ാമത്തെ ശനിയാഴ്ചയാണിന്ന്. 4ാമത്തെ ശനിയും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലക്കി ഭാസ്കറിന്റെ 4ാം ശനിയാഴ്ച ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് 1800-ൽ പരം ടിക്കറ്റുകളാണ്. ഒന്നോർക്കുക, ചിത്രത്തിന്റെ 24ാം ദിവസമാണെന്ന്. ഒരു തെലുങ്കു ചിത്രമായിട്ട് പോലും ചിത്രത്തിന്റെ ഏറ്റവും മികച്ച ബുക്കിംഗ് കാണാൻ സാധിക്കുന്നത് തമിഴ്നാട്ടിലാണ്. സ്ക്രീൻ റെക്കോർഡിലൂടെ ബുക്ക് മൈ ഷോ ആപ്പ് തുറക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 4:40 സമയം. സ്ക്രീനിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബുക്ക് മൈ ഷോയിൽ ചെന്നൈ സിറ്റിയിൽ മാത്രം ലക്കി ഭാസ്കർ കളിക്കാനുള്ള ഷോ കൗണ്ടുകളുടെ എണ്ണവും അതിന്റെ ബുക്കിംഗ് സ്റ്റാറ്റസുമാണ്. ബുക്ക് മൈ ഷോയിലൂടെ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിലൂടെ നോക്കുമ്പോൾ ഏകദേശം 53 ഷോകളാണ് ലക്കി ഭാസ്കർ ഇനി കളിക്കാനുള്ളത്. അതിൽ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 24 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ബുക്കിംഗ് കാണാൻ സാധിക്കുന്നത്. 29 ഓറഞ്ച് അലേർട്ടാണ് ലക്കി ഭാസ്കറിന് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ, അതും ചെന്നൈ സിറ്റിയിൽ കാണാൻ സാധിക്കുന്നത്. DQവിന്റെ സിനിമാ ജീവിതത്തിൽ ലക്കി ഭാസ്കറിന് മുമ്പ് ഏറ്റവും വലിയ വിജയമായ മറ്റൊരു തെലുങ്ക് ചിത്രമായിരുന്നു സീതാരാമം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും ഫൈനലായി നേടിയത് 13,60,00,000 രൂപയായിരുന്നു. എന്നാൽ ലക്കി ഭാസ്കർ 24 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 15,10,00,000 രൂപ പിന്നിട്ടെന്നാണ് ഏറ്റവും പുതിയ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലക്കി ഭാസ്കറിന്റെ 23ാം ദിവസമായ ഇന്നലെ മാത്രം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയത് 20,000-ൽ പരം ടിക്കറ്റുകളാണ്. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ 2024-ൽ ഏറ്റവും അധികം ടിക്കറ്റ് വിറ്റുപോയ തെലുങ്കു സിനിമകളിൽ ലക്കി ഭാസ്കർ ഇപ്പോൾ 6ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ആ ഒരു ലിസ്റ്റിൽ 1ാം സ്ഥാനത്തുള്ളത് പ്രഭാസ് നായകനായി എത്തിയ കൽക്കിയാണ്. അതിലും DQ ഒരു ക്യാമിയോ റോളിൽ എത്തിയിരുന്നു. ഇനി ലക്കി ഭാസ്കറിന്റെ 4ാം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. കൊച്ചിയിലെ ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ ഏകദേശം 11 തിയേറ്ററുകളിലാണ് ലക്കി ഭാസ്കർ ഇപ്പോൾ കളിക്കുന്നത്. ബേസിൽ ജോസഫും നസ്രിയുമൊക്കെ പ്രധാന കഥാപാത്രങ്ങളിലായെത്തിയ സൂക്ഷ്മദർശിനിയും ഐശ്വര്യലക്ഷ്മിയും ഷർഫുദ്ദീനുമൊക്കെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഹലോ മമ്മിയും മികച്ച അഭിപ്രായങ്ങളോടെ കേരള ബോക്സ് ഓഫീസിൽ മികച്ച രീതിയിൽ പോകുമ്പോൾ 4ാം ശനിയാഴ്ചയും തരക്കേടില്ലാത്ത ബുക്കിംഗ് ആണ് ലക്കി ഭാസ്കറിന് കാണാൻ സാധിക്കുന്നത്. 11 തിയേറ്ററുകളിൽ നിന്നും കൊച്ചിയിൽ മാത്രം ഇനി കളിക്കാനുള്ളത് 17 ഷോകളാണ്. അതിൽ 3 ഷോകൾ ഹൗസ്ഫുള്ളും 4 ഓറഞ്ച് അലേർട്ടുമാണ് കാണിക്കുന്നത്. ഈ കഴിഞ്ഞുപോയ ആദ്യത്തെ 24 ദിവസങ്ങൾ കൊണ്ട് തെലുങ്കു സ്റ്റേറ്റിൽ നിന്നും മാത്രം ഏകദേശം 37 കോടി രൂപയോളവും കേരളത്തിൽ നിന്ന് 23 കോടി റേഞ്ചിലും കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും 7 കോടിക്ക് മുകളിലും ചിത്രം ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ അപ്ഡേറ്റ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവസാനമായി പുറത്തുവിട്ടത് ചിത്രത്തിന്റെ 111 കോടി പോസ്റ്റർ ആയിരുന്നു. ഇതിന്റെ 4ാം ശനിയാഴ്ചയും മികച്ച രീതിയിൽ ബോക്സ് ഓഫീസിലും തിയേറ്ററിലും ചിത്രം വാഴുമ്പോൾ ചിത്രത്തിന്റെ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ. എന്തായാലും ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.